എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടു ജോലികളൊക്കെ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കിയിട്ട് നമുക്ക് പകൽ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീക്കും കേട്ടോ. നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഒരു ഗുഡ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ ഫസ്റ്റ് കൊണ്ടുവരേണ്ട കാര്യമാണ് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമ്മുടെ ബാക്കിയുള്ള നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിരാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലത്തെ കാര്യങ്ങളും രാവിലെ വിളക്ക് വയ്ക്കലും കോലയിടലും രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ ഉള്ള പൂജയും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോയും വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലത്തെ വെറുതെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കോലം ഇട്ടതും ഒക്കെ കേട്ടോ. അപ്പോൾ രാവിലെ കുളിയും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ ടെറസിലെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പാലക്കാട് ഭയങ്കര ചൂടാണ്. അപ്പോൾ നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചെടികളൊക്കെ ഒരു നേരം നനയ്ക്കാതിരുന്നാൽ തന്നെ ഒന്ന് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടായ 2 നേരം നമുക്ക് നനച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വൈകിട്ട് മാത്രമാണ് കേട്ടോ നനച്ചു കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യം മുല്ലപ്പൂ ചെടിയിൽ ഒരുപാട് മുല്ലപ്പൂ പൂത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒരു 1-1.5 മുളത്തോളം ഞാൻ പൂവിതൊന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെടി ഉള്ളെങ്കിലും അതിൽ നിന്ന് തന്നെ നിറയെ മുല്ലപ്പൂ ഈ പ്രാവശ്യം പൂത്തിരുന്നു. ഇതുവരെയ്ക്ക് ഇത്രയും പൂ ഇതിൽ പൂത്തിട്ടില്ല കേട്ടോ. കുറച്ചായിട്ടേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം കേട്ടോ ഇത്രയും പൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നിറയെ മുല്ലമൂട്ടകളാണ് കേട്ടോ. അത് വിരിഞ്ഞിട്ട് ഞാൻ കെട്ടുകയും ചെയ്തിരുന്നു. എനിക്ക് ശരിക്കും ഒരു മുളത്തിലധികം പൂ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമുക്ക് കുറച്ച് ചെടികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ ഗാർഡനിങ് ചെയ്യുന്നതൊക്കെ. നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ കൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നമുക്ക് സമയം ചിലവെക്കാൻ കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് തരുന്ന കാര്യമാണ് കേട്ടോ ഈ ഗാർഡനിങ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ രാവിലെ മുതൽ ഒരു ഉച്ച കഴിയുന്നവരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരു പ്ലാനിങ് കൂടി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ഓരോന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞപ്പോൾ പറിച്ചിട്ട് ഉള്ള കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് നിറയെ മുട്ടുകളായിരുന്നു. പിറ്റേ ദിവസം ഞാനിതിൽ കുറേ നമുക്ക് മുല്ലപ്പൂ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കൊടുത്ത് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ കമൻറ്റ് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി അടുത്തടുത്ത കാര്യങ്ങളോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ശംഖുപുഷ്പമാണ് കേട്ടോ. അപ്പോൾ നിറയെ ശംഖുപുഷ്പമൊക്കെ നന്നായി പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലേക്ക് ഞാൻ മാവ് ആട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലവർ ഇഡ്ഡലി കഴിക്കും, ചിലരോട് ഇഡ്ഡലി കഴിക്കില്ല. അപ്പോൾ കഴിക്കാത്തവർക്ക് ദോശ ചൂടാമെന്നും കൂടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് ഒരടുപ്പിൽ പരിപ്പ് വേകാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് സാമ്പാറിലേക്കുള്ള സവാളയും പച്ചമുളകും അതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സവാളയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പെരുങ്കായപ്പൊടിയും കൂടി ഇടാം. അപ്പോൾ സാമ്പാർ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വറുത്തരച്ചല്ല വെക്കണം, വെറുതെ മുളക് പൊടി ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ചുവന്ന മുളകും ഇതൊക്കെ നമ്മൾ പച്ചയ്ക്ക് പൊടികളൊന്നും ഇടാതെ വഴറ്റിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പണി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്
വേഗം ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുപോലെ പാലക്കാട് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ വേഗം അടുക്കളയിലത്തെ ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് വരുന്ന പോലെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ചൂടത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് അത്രയും വേഗം നമുക്ക് ഈ ചൂടൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് പിന്നെ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നേരം നമുക്ക് ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരുപാട് ചൂട് അനുഭവപ്പെടുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ചൂടും നമ്മൾ അടുക്കളയിലുള്ള ചൂടും ഒക്കെ ചില അടുക്കളയിലൊന്നും ജനലുകളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ട്. എൻ്റെ അടുക്കളയിലും ജനലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഞാൻ വേഗം ചൂടാകുമ്പോഴത്തേനും എത്രയും വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീക്കും കൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ ഒന്ന് ഞാനൊരു 10-11 മണിയാകുമ്പോഴേക്കും തന്നെ എല്ലാ ജോലികളും തീർക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ വൈകും തോറും നമ്മുടെ പണികളൊക്കെ കൂടും. അപ്പോൾ അത് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ കുട്ടികളൊക്കെ എണീക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഉച്ചയ്ക്കത്തുള്ള കറിയും ഉപ്പേരിയൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അതിന് ശേഷം ചോറിനുള്ള അരി ഇടുകയാണെങ്കിലും കൂടി കുഴപ്പമില്ല. നമുക്ക് ചോറാകുമ്പോൾ നമുക്ക് അടുത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കറി ഉപ്പേരിയൊക്കെ ഞാൻ വേഗം തീർത്തിട്ട് അതിന് ശേഷം കേട്ടോ ചോറിനുള്ള വെള്ളം വെക്കാറുള്ളൂ. അപ്പോൾ അതാ ഞാൻ രാവിലത്തെ സാമ്പാറിനേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലിൽ നിന്ന് പോയപ്പോൾ ഒരു മുരിങ്ങക്കായും വലിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെടിയിൽ നിന്ന് മേലെ മുരിങ്ങക്കായ ഞാൻ മുരിങ്ങ മരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുരിങ്ങക്കായും കൂടി കിട്ടിയിരുന്നു. അപ്പോൾ ആ മുരിങ്ങക്കായും കുറച്ച് ഒരു ചെറിയ പീസ് മത്തനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പരിപ്പ് വേവുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് മല്ലിപ്പൊടി കഴിഞ്ഞത് ഓർമ്മ. മല്ലിപ്പൊടി ഇടാൻ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ മല്ലിപ്പൊടി കഴിഞ്ഞു എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനപ്പോൾ വേഗം അത് പാക്കറ്റിൽ നിന്നൊക്കെ ഇടപ്പയിലാക്കുമായിരുന്നു കേട്ടോ മല്ലിപ്പൊടിയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അടുത്ത ജോലിയും കൂടി നമ്മൾ ഒരുമിച്ച് തന്നെ ഒരു മൾട്ടി ടാസ്കിങ് ആയിട്ട് നമുക്ക് എന്തായാലും പറ്റുമല്ലേ നമ്മളെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ നമ്മൾ 1-2 ജോലികൾ ഒരേ സമയം നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാമ്പാർ വയ്ക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നനഞ്ഞ തുണി വെക്കുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളതൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മൾ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. എന്നിട്ട് തന്നെ കൂടി എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതുകൂടി കഴുകിയിട്ടില്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഒന്ന് വെറുതെ വാഷ് ചെയ്ത് വെക്കേണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക. കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോടെ തന്നെ വയ്ക്കുക. അതുപോലെ തന്നെ ഈ കുക്കിങ് എന്തെങ്കിലും വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുക, അതുപോലെ അടിച്ച് വാരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ജോലികളൊക്കെ കഴിയുമ്പോൾ ഒന്നിച്ച് എല്ലാ ജോലികളൊന്നും പെട്ടെന്ന് തീരണ പോലെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ കുക്കിങ് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ക്ലീനിങ് മാത്രം ചെയ്യുക, അങ്ങനെ ഓരോ സമയം അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ ഇങ്ങനെ തീരെയില്ല, ജോലികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ പച്ചക്കറിയൊക്കെ നുറുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ചോറ് അടുപ്പത്തിടുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോരോ ജോലികളായി. ഇപ്പോൾ സാമ്പാർ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവി ഇഡ്ഡലി എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ദോശ ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിക്ക് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സാമ്പാറൊക്കെ ആയി കഷ്ണമൊക്കെ വെന്തതിന് ശേഷം ഞാൻ തേങ്ങ അരച്ച് വെച്ച് കുറച്ച് മല്ലിച്ചെപ്പും കൂടി ഇട്ട് കൊടുക്കുക, കുറച്ച് കടുകും കരിവേപ്പിലയും കൂടി താളിച്ച് കൊടുത്താൽ സാമ്പാർ റെഡി ആയിട്ടോ. അപ്പോൾ വേഗം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള പച്ചക്കറികളൊക്കെ ഈ സാമ്പാറൊക്കെ വേകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ സൈഡിൽ പച്ചക്കറികളൊക്കെ നുറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഒന്നിച്ച് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും ശീലിച്ച് വരുന്നേ ഉള്ളൂ. സ്പീഡിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാനൊക്കെ ഞാൻ അങ്ങനെ ശീലിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മെല്ലെ ഓരോന്ന് പഠിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇഡ്ഡലി എടുത്തതിന് ശേഷം ഇഡ്ഡലി എടുത്തോളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ദോശയും ചുട്ട് കൊടുക്കുക. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ വേഗം ക്ലീനിങ്ങും കൂടി അതിൻ്റെ കൂടെ നോക്കാറുണ്ട് കേട്ടോ. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ക്ലീനിങ്ങിനോട്ട് പോയിട്ട് എന്നിട്ടേ ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇല്ലെങ്കിൽ ഫോൺ നോക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വേഗം സമയം പോണത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിതാ സാമ്പാറൊക്കെ വെച്ചതിന് ശേഷം വേഗം ഉച്ചയ്ക്കത്തുള്ള കറികളൊക്കെ കൂടി റെഡിയാക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ.
അതേ ഞാൻ ഉച്ചയ്ക്കത്തുള്ള പച്ചക്കറികളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പിള്ളേരൊക്കെ എണീറ്റ് വന്നത് ഞാൻ അവർക്കുള്ള ദോശയൊക്കെ ചുട്ടു കൊടുത്തു. അപ്പോൾ അത്രയും സമയം നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ദോശയൊക്കെ പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ചെറിയ ആൾക്ക് വാരി കൊടുക്കണം. അപ്പോൾ ആ സമയം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കാനും പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ആകുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് റെഡിയായി വീടും വൃത്തിയാവും. നമുക്ക് പിന്നെ കിച്ചണിലത്തെ കാര്യങ്ങൾ വേഗം നോക്കാം കേട്ടോ. അപ്പോൾ അത് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയും ചുട്ട് കൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ. ഇപ്പോൾ പിന്നെ ഇതാ കുട്ടികളൊക്കെ ദോശയൊക്കെ കഴിക്കൽ കഴിഞ്ഞു, ഞാനും കഴിച്ചു കേട്ടോ. അതിന് ശേഷം എന്താ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എല്ലാവരുടെയും ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കും. പിള്ളേർ എന്തെങ്കിലുമൊക്കെ എടുത്ത് വലിച്ചിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒതുക്കാനിലൊക്കെ ഒതുക്കിയതിന് ശേഷം ഒന്ന് അടിച്ച് വാരി തുടച്ചിടും കേട്ടോ. അടിച്ച് വാരി തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ അത്രയും നേരം അടുക്കളയത്തെ കഴിയുന്നത് വരെ ഈ സൈഡൊക്കെ ഒന്ന് വൃത്തികേടായി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ തുണി അലക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ കുളി കഴിഞ്ഞതും വേഗം ഞാൻ തുണിയൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതിന് ശേഷം ഒന്ന് അടിച്ചൊക്കെ വാരിയതിന് ശേഷം ഒന്ന് തുടയ്ക്കലും കൂടി വേഗം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളിലോട്ട് പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ബീൻസ് തോരനും പിന്നെ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മേലെ ചെടിയിൽ നിന്ന് പറിച്ച് തന്നെ. അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, രണ്ടും കുറച്ചേ ഉള്ളതുകൊണ്ട് 2 ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ അതിന് ശേഷം ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ മോര് കറിയും വെക്കാം, കുറച്ച് ബീൻസ് തോരനും കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ കുമ്പളങ്ങയൊക്കെ നുറുക്കിയിട്ട് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. കുക്കറിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെറുതെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ അതാ വഴുതനങ്ങ ഉപ്പേരിക്ക് ഉള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വഴുതനങ്ങ ഉപ്പേരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. വഴുതനങ്ങ ആകുമ്പോൾ വേഗം വെന്ത് കിട്ടും. അപ്പോൾ അതാ കുറച്ച് വഴുതനങ്ങയും കൂടി ഇട്ട് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബീൻസ് ഉപ്പേരിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉപ്പേരി വേവുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഉപ്പേരി കായി കഴിയുമ്പോഴത്തേനും പാത്രം കഴുകൽ കഴിയും. അപ്പോൾ അതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലത്തെ പണികളൊക്കെ കഴിയും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെക്കുക. അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ച് അരി ഇടുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ഊണാകുമ്പോഴത്തേനും ചോറ് ചൂടുണ്ടാവും. കറിയും ഉപ്പേരിയും നമുക്ക് അത്ര ചൂട് വേണമെന്നില്ലല്ലോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാറാകുമ്പോൾ ഒന്ന് ചൂടാക്കിയാലും മതിയല്ലോ. അപ്പോൾ നമുക്ക് വെയിലിൻ്റെ ചൂട് നല്ലോണം ആകുമ്പോഴത്തേനും തന്നെ നമ്മുടെ അടുക്കളത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ പുറത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്രയും ചൂടത്ത് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പാലക്കാട് ഭയങ്കര ചൂടാണ്. അപ്പോൾ പാലക്കാടുള്ളവരൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചൂടത്ത് ഒരുപാട് നിൽക്കാതെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനും ധാരാളം വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടി നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഈ സീസണിൽ ചീപ്പസ്റ്റായി കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുക, നമ്മുടെ ഹെൽത്തൊക്കെ നന്നായി നോക്കുക. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മോര് കറിയാണ്, കുറച്ചേ വേണ്ടൂ കേട്ടോ. ഉച്ചക്കത്തേക്ക് മാത്രമേ ഇവിടെ ചോറ് ഉണ്ണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറി കുറച്ച് ഉപ്പേരിയൊക്കെ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ, വേസ്റ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഒരു മസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പക്ഷികൾക്ക് കുറച്ച് വെള്ളം ഭക്ഷണം ഈ ചൂടുകാലത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലിരിക്കും കൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാം, ദാഹിച്ചാൽ വെള്ളം കുടിക്കാം, നമുക്ക് വേണ്ടതൊക്കെ കഴിക്കാം. പക്ഷേ ഈ പക്ഷികൾക്ക് ഈ വേനൽക്കാലത്ത് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ വേനൽക്കാലത്താണെങ്കിൽ അല്ലെങ്കിലും കുറച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മേലെ അല്ലെങ്കിൽ മതിലിൻ്റെ മേലെയൊക്കെ എവിടെയെങ്കിലും കുറച്ചൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ പക്ഷികൾക്ക്. അപ്പോൾ പക്ഷികൾ വെള്ളം കുടിക്കുക, നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ. നമുക്ക് അത്രയും അതുകൾ വെള്ളം കുടിച്ചിട്ട് അതുകളുടെ ദാഹം തീരുകയാണെങ്കിൽ നമുക്ക് അത്രയും പുണ്യമാണ് കേട്ടോ. നമുക്ക് പിതൃക്കൾക്ക് നമ്മൾ നല്ലത് ചെയ്യുന്നതിൻ്റെ സമമാണ് നമ്മൾ പക്ഷികൾക്ക്
കുറച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ ചെടിയിലിടാൻ. അപ്പോൾ അത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീൻസ് ഉപ്പേരിയും വഴുതനങ്ങ ഉപ്പേരിയും മോരുകറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കിങ്ങും രാവിലത്തെ കാര്യങ്ങളും ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരേ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുക്കള കുറച്ചൊക്കെ മെസ്സി ആയിട്ടുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ജോലി തീരാൻ വേണ്ടി തീർക്കുകയാണല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ മെസ്സി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം എന്താ ചെറിയ പാത്രങ്ങളിലോട്ട് കുക്ക് ചെയ്തൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 10:30 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. ആ സമയം ആകുമ്പോഴത്തേനും എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു. കിച്ചണും ക്ലീൻ ചെയ്തു. രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒക്കെ റെഡി ആയിട്ടോ. അതിന് ശേഷം ഇനി ഞാൻ ഒരു ഗ്ലാസ് കാപ്പി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കാപ്പി കുടിക്കാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് കിച്ചണും നിലം എല്ലാവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിങ്കൊക്കെ ഇതാ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴത്തേനും അടുക്കളയ്ക്ക് വരണ്ടോ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ജോലികളൊക്കെ കഴിഞ്ഞു, എല്ലാ ജോലികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് ഇനി കുറച്ച് നമുക്ക് ഉച്ച കഴിയുന്നവരെയും ഫ്രീ ആയിരിക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇനി അടുത്ത വൈകുന്നേരങ്ങളിലേക്കുള്ള ജോലികളും കുക്കിങ്ങും ഒക്കെ പോകാറുള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഈ സമയത്താണ് ഞാൻ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ഈ സമയത്താണ് കേട്ടോ. അപ്പോൾ നേരത്തെ ജോലികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ജോലികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. എപ്പോഴും നമുക്ക് ജോലികളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കാൻ പറ്റില്ല, അത് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണല്ലേ. പക്ഷേ അത് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കാനും പാടില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടേതായ ചില കാര്യങ്ങൾക്ക് കൂടി നമ്മൾ സമയം കണ്ടെത്താൻ ശ്രദ്ധിക്കുക. മുമ്പൊന്നും ഞാനും അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ നമുക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും, അയ്യോ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് തോന്നിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിനുള്ള സമയം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ആരും നമുക്ക് നമ്മളുടേതായ സമയം നഷ്ടപ്പെടുത്താതെ നമ്മളുടെ കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ.